അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് നേരെ വന്നിട്ടുള്ളത് ബോംബെക്കാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ബോംബെക്ക് പോകുന്നത്. അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല ബോംബെയിൽ പോകേണ്ട വരെ ഒരാവശ്യം ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ ഏകദേശം രാത്രി 8-9 മണി നേരത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യൂബർ എടുത്തിട്ടാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. ഓൾറെഡി നമ്മൾ അഗോഡ, മേക്ക് മൈ ട്രിപ്പ് അങ്ങനെ ഒരുപാട് സൈറ്റിൽ തിരഞ്ഞിട്ട് ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ നമ്മുടെ ഫ്ലൈറ്റിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു മലയാളി ഫാമിലീസിൻ്റെ സജഷൻ പ്രകാരം അവരെടുത്തൊരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തത്. ഭാഗ്യത്തിന് വിളിച്ച് നോക്കിയപ്പോൾ റൂം ഉണ്ടായിരുന്നു. പക്ഷേ പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ എയർപോർട്ടോ അടുത്തല്ല, ബാന്ദ്രയിലുള്ളൊരു സ്ഥലത്തായിരുന്നു. അവർ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെന്നാണ്. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ ബാന്ദ്രയിലുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നു. അത് ലോക്കൽ റെയിൽവേ സ്റ്റേഷനായിരുന്നു. നമുക്ക് കേരളത്തിലേക്ക് വരാനുള്ള ട്രെയിനൊന്നും അവിടെ നിന്ന് ഉണ്ടായില്ല. അത് നമ്മൾ പിറ്റത്തെ ദിവസം പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. തരക്കേടില്ലാത്ത ഒരു മുറിയാണ്, അത്രയേ ഉള്ളൂ. അല്ല, നമ്മൾ മേക്ക് മൈ ട്രിപ്സിൽ അഗോഡയിലൊക്കെ ആയിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 3 സ്റ്റാർ ഹോട്ടലായിരുന്നു. അത് ഇതിനേക്കാളും സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഏകദേശം ഇതേ റേറ്റേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആവുകയും ചെയ്തു. എന്നാൽ അത്രമാത്രം നല്ലൊരു റൂം എന്ന് പറയാനില്ല. നോർമലി ഉള്ളൊരു സെറ്റപ്പ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല. റോഡ് സൈഡിൽ തന്നെയാണ്. ബാന്ദ്ര എന്ന് പറഞ്ഞ ഒരു വലിയ സ്ഥലത്ത് തന്നെയാണ്, സിറ്റിയിൽ തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നൈറ്റ് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നതും. വേഗം ഫുഡ് കഴിച്ചു. ഫുഡ് അന്വേഷിക്കണ നേരത്ത് അടുത്ത ഹോട്ടൽസ് ഒന്നും കണ്ടില്ല. പിന്നെ അറിയാത്ത സ്ഥലമായതുകൊണ്ട് നൈറ്റ് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാത്ത കാരണം റൂമൊന്നും പോയില്ല. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാണ് ചെയ്തത്. ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. ഇനി നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പൊതുവെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ പിറ്റേ ദിവസം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാത്രി മുഴുവൻ ഉറക്കം കിട്ടിയില്ല. സ്ഥലം മാറിയതിൻ്റെയും പിന്നെ വണ്ടികളുടെയൊക്കെ സൗണ്ട്. റോഡ് സൈഡിലൊക്കെ നമ്മളിങ്ങനെ കിടന്നുറങ്ങിയ കാലം മറന്നില്ല. അവിടെയാണെങ്കിൽ ഈ വണ്ടികളും ഹോണും കാര്യങ്ങളൊന്നും കേൾക്കാറില്ലല്ലോ. ഇത് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം രാവിലെയൊക്കെ ആകുമ്പോൾ എപ്പോഴോ ആണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഉച്ചയാവാറാകുമ്പോഴാണ് എണീറ്റത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. നേരെ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി. അത് കൊങ്ങിനീസിൻ്റെ കടയായിരുന്നു. അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡ് എങ്ങനെ എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത കാരണം ആദ്യം ഒരെണ്ണം വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ മെനു കാർഡ് തന്നതിൽ ആകെ കൂടി എനിക്ക് വായിക്കാൻ മനസ്സിലായത്, അല്ലെങ്കിൽ അറിയുന്നൊരു ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ താലിയാണ്. അങ്ങനെ നമ്മൾ താലി ഓർഡർ ചെയ്തു. താലി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒരെണ്ണം ഓർഡർ ചെയ്തത്. കാരണം നമ്മുടെ അവിടെയൊക്കെ താലി കിട്ടുകയാണെങ്കിൽ കുറേ കറികളും കുറേ റൈസൊക്കെ ആയിട്ടല്ലേ കിട്ടാറ്. ഇവിടുന്ന് ആകെ 2-4 പാത്രങ്ങൾ, അതിൽ കുറച്ച് ഫുഡും കൊടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ചിക്കൻ കറിയിൽ ചോറിട്ടിട്ടാണ് കഴിച്ചത്. കാരണം കറി തരണ പാത്രത്തിൽ ചോറും ചോറ് തരണ പാത്രത്തിൽ കറിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഞാൻ ചിക്കൻ കറിയിലേക്ക് ഒരു കുറച്ച് ചോറുള്ളത് ഇട്ടിട്ട് ഇളക്കിയിട്ട് സൂപ്പ് പോലെ കഴിക്കുക ചെയ്തത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ചിരി വരുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെയെന്നൊക്കെ ആലോചിച്ചിട്ട് കേട്ടോ. പിന്നെ തൽക്കാലം വിശപ്പ് മാറ്റാൻ കഴിച്ചിട്ട് പോന്നു. കുഴപ്പമൊന്നുമില്ല, കഴിക്കാം, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ തലേദിവസത്തെ ഫുഡ് ശരിയായിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും സ്കിപ്പ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കുന്നത്. 350 രൂപയായിരുന്നു ഒരു ചിക്കൻ താലിയുടെ റേറ്റ്. പക്ഷെ അതും നമുക്ക് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡോ ആയിരുന്നില്ല എന്ന് പറയാം. പിന്നെ ഫുഡിൻ്റെ കാര്യമായിരുന്നു നമ്മൾ ഈ 2 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പക്ഷേ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോയത്. വാക്കബിൾ ഡിസ്റ്റൻസിലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. മാപ്പിലിട്ട് നോക്കിയപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടത് ബാന്ദ്രയിലുള്ള റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അവിടെ ലോക്കൽ ട്രെയിൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ലോക്മാന്യ തിലക് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് കേരളത്തേക്ക് ട്രെയിൻ ഉണ്ട്, എല്ലാ ദിവസവും 11:30 അങ്ങനെ എന്തോ. മുംബൈയിൽ നിന്ന് കേരളത്തേക്കുള്ള എല്ലാ ട്രെയിനുകളും നമ്മൾ അരിച്ച് പറക്കി നോക്കി. എല്ലാം റിസർവേഷൻ ഫുള്ളായിരുന്നു. നമുക്ക് സീറ്റ് കിട്ടിയില്ല. നമ്മൾ തൽക്കാലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വരുമ്പോൾ വിത്ത് ലഗേജ് നമ്മൾ കൊണ്ടുവന്നാലും ഇഷ്യൂ ഇല്ല. അതല്ലെങ്കിൽ പിന്നെ പാഴ്സലായിട്ട് ലഗേജ് അയച്ചിട്ട് നമ്മൾ പിന്നെയും ഫ്ലൈറ്റ് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ട്രെയിനിലെ AC കോച്ചോ അല്ലെങ്കിൽ 1 ടയർ 2 ടയർ 3 ടയർ അത്രേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. മറ്റേ സ്ലീപ്പർ കോച്ചൊന്നും നോക്കിയില്ല. നോർത്ത് ഇന്ത്യ സൈഡൊക്കെ നമുക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ഒരു വട്ടാണ്ട് ട്രെയിനിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പ്രൈവറ്റ് ബസ്സിലാണ് സ്ലീപ്പർ എടുത്തിട്ടാണ് വരാറുള്ളത്. അപ്പം അത്ര അങ്ങോട്ട് ധൈര്യം പോരാ. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ടല്ലോ, റിസർവ് ചെയ്ത സീറ്റിൽ പോലും ചിലപ്പോൾ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. നമ്മൾ ഇത്രയും ലഗേജും പിടിച്ച് വരുന്നത് എത്രത്തോണ്ട് സേഫ് ആണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ തൽക്കാലിൽ നോക്കി കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ലഗേജ് ആദ്യം അയക്കാം, പിന്നെ നമ്മൾ ഫ്ലൈറ്റ് തന്നെ എടുക്കാം എന്നാണ് ചിന്തിച്ചത്. ഫ്ലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണല്ലോ. നമ്മൾ വന്നത് ഇൻ്റർനാഷണൽ ആണെങ്കിലും പിന്നെ ബോംബെയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്. സോ ഒരാൾക്ക് 15 കിലോ ആണ് അലൗഡഡ് ഉള്ളൂ ലഗേജ് ആയിട്ട്. നമ്മുടെ കയ്യിൽ 2 പേരുടെയും എമിറേറ്റ്സിൽ വന്ന കാരണം 25 കിലോ വെച്ചിട്ടാണ് ലഗേജ് ഉള്ളത്. പ്ലസ് നമ്മുടെ ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 50 റുപ്യ 60 റുപ്യയുടെ അടുത്തൊക്കെയാണ് ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള പൈസ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. നമ്മൾ എമർജൻസിയിൽ ടിക്കറ്റ് എടുക്കുന്ന കാരണം ദുബായിൽ നിന്ന് വന്നിറങ്ങിയിട്ട് നമ്മൾ എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ എടുക്കാൻ നോക്കിയപ്പോൾ ഒടുക്കത്തെ റേറ്റാണ് കാണിച്ചത്. അതാണ് പിന്നെ നമ്മൾ 2 ദിവസം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഫൈനലി നമ്മൾ തീരുമാനിച്ചു ലഗേജ് ആദ്യം അയക്കാം, നമുക്ക് പിന്നാലെ ഫ്ലൈറ്റ് എന്നാണോ കിട്ടുന്നത് അതിന് പോരാമെന്ന്. അങ്ങനെ അവിടെ നമ്മൾ ലഗേജൊക്കെ അയക്കേണ്ട കാര്യമൊക്കെ അന്വേഷിച്ചു. കുറച്ചധികം ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്.
അതുകൊണ്ട് തൽക്കാലം നമ്മളത് വിട്ടു, പിന്നീട് ആലോചിക്കാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ജിയോ മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആപ്പിളിൻ്റെ ഷോറൂം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കയറി കണ്ടു, റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. 16-ൻ്റെയും 17-ൻ്റെയും പ്രോയും അതിൻ്റെ ഐറ്റംസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർ എന്താ പറയുക അപ്ഗ്രേഡേഷൻ വന്ന കാരണം മാറ്റി വെച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഷോപ്പായിരുന്നു. മാളുകളുടെ നാട്ടിൽ നിന്ന് വന്ന കാരണം മാളിൽ കയറി കാണാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്വതവേ നമ്മുടെ മനസ്സിൽ ലഗേജ് എന്ത് ചെയ്യും, ഒരു ദിവസം കൂടി നമ്മളവിടെ നിൽക്കണം, പോകാനുള്ള കാര്യങ്ങൾ ശരിയായിട്ടില്ല, ട്രെയിനിൽ ടിക്കറ്റ് ഇല്ല, ഫ്ലൈറ്റിലാണെങ്കിൽ ഇഷ്യൂസ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു. സോ നമ്മൾ ഒരുപാടൊന്നും നടന്ന് കണ്ടില്ല, പക്ഷെ നമ്മൾ ബോംബെ വരെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണണ്ടേ എന്നുള്ള മൈൻഡിൽ ജസ്റ്റ് വരുന്ന വഴിക്ക് കണ്ടപ്പോൾ കയറിയതാണ്. നമ്മൾ കൂടുതൽ ഊബർ തന്നെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലോക്കൽ ബാന്ദ്രയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലോക്മാന്യ തിലകിലേക്ക് ഓട്ടോ വിളിച്ചപ്പോഴും അവിടുന്ന് ഈ ജിയോ മാളിലേക്ക് ഓട്ടോ വിളിച്ചപ്പോഴും അവർ കണ്ണടച്ച് കമ്മച്ച റേറ്റ് പറയുകയാണ് ചെയ്യുന്നത്. അവർക്ക് കണ്ടാലേ അറിയാം നമ്മൾ കേരളത്തിൽ നിന്നുള്ളവരാണെന്ന്. നമ്മുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഹിന്ദിയും എൻ്റെ ഇംഗ്ലീഷും വെച്ചാണ് ഞങ്ങളൊരുവിധം കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അവർ പുറമെയുള്ള ആൾക്കാരാകുമ്പോൾ കഴുത്തിറക്കുന്ന റേറ്റ് ആണല്ലോ മേടിക്കുക, നമുക്ക് തർക്കിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. ഈ ഒരു ടെൻഷൻ്റെ ഉള്ളിലാണ് ഞാൻ യൂബർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓല ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റാപ്പിഡോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എയർപോർട്ടിൽ നിന്ന് പോയതും നമ്മൾ യൂബറിലാണ്. പക്ഷേ ആ സമയത്ത് നമുക്കുള്ള ടെൻഷനിൽ കിട്ടിയ വണ്ടി വിളിച്ചിട്ടായിരുന്നു നമ്മൾ യാത്ര ചെയ്തായിരുന്നത്. ജിയോ മാളിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചു എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അവിടുന്ന് പിന്നെ യൂബർ ബുക്ക് ചെയ്ത് തുടങ്ങി. ഓട്ടോറിക്ഷയിൽ പോകുന്നതിൻ്റെ പകുതി പൈസയ്ക്ക് നമ്മൾ കാറിലായിരുന്നു പിന്നീടുള്ള യാത്ര. അത്രയും ഡിഫറൻസിലാണ് ഇവർ കഴുത്തിറക്കുന്ന റേറ്റ് വാങ്ങിച്ചു തരുന്നത്. അവിടെ നിന്ന് പിന്നെ എന്തായാലും നമ്മൾ പാഴ്സലാക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് വൈകിട്ട് പോയിട്ട് പാഴ്സൽ ഏൽപ്പിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. അടുത്തുള്ളൊരു മാർക്കറ്റിൽ പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ പേര് ഞാൻ മറന്നു. ആദ്യം തന്നെ പോയത് ഒരു ആൻറ്റി ടെർണിഷ് ജ്വല്ലറീസൊക്കെ വിൽക്കുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്കാണ്. ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചു. എനിക്ക് ഓൺലൈൻ ജ്വല്ലറി ഷോപ്പ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ കൂട്ടത്തിൽ ജസ്റ്റ് നോക്കി വെച്ചതാണ്. പക്ഷേ റേറ്റൊക്കെ ഉണ്ട്, ലാഭമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. 650, 900, 1000 ഒക്കെയാണ് ആൻറ്റി ടെർണിഷിൻ്റെ ബാംഗിൾസിനൊക്കെ ഞാൻ കണ്ടത്. ജസ്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്തു. ഏതോ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഒരു 10 ദിവസത്തോളം എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു. ഹസ്ബൻഡിന് ഒരു 5 to 6 days ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു അവിടെ നിന്ന് വന്നതിന് ശേഷം. എന്തായാലും ഒരുപാട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇനി വരാനുള്ള വീഡിയോസിൽ ഇനി ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുള്ളത് അവിടെയുള്ള ഒരു പള്ളിയിലേക്കായിരുന്നു. മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാത്ത ഭാഷ ആയതുകൊണ്ട് നമ്മൾ വല്ലാതെ ഇടപെടാൻ പോയില്ല. ജസ്റ്റ് ഉള്ളിൽ കയറി കണ്ടു, എന്നിട്ട് പുറത്ത് വന്നിരുന്നു. ഈ സമയത്തൊക്കെ നമ്മൾ രാവിലെ ലഗേജിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ച ആൾക്കാർ നമ്മൾ കണ്ടിന്യൂസ്ലി കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 50 കിലോ 50 കിലോ നമുക്ക് നാട്ടിലേക്ക് അയക്കാനായിട്ട് അവർ പറഞ്ഞത് 5000 രൂപയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ നമ്മളെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റൂമിൽ വന്ന് സാധനം എടുക്കും, പാക്ക് ചെയ്യും, ഞങ്ങൾ എന്നെ കൊണ്ടു കൊടുക്കും, നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ്, അതായത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യാൻവാസിങ് ആയിരുന്നു. ഡെയിലി ആ ദിവസം മുഴുവൻ അവർ 2 പേരും മാറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് എടുത്ത് തരാം, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. ലഗേജ് അവരുടെ കയ്യിൽ കൊടുക്കാനുള്ള ധൈര്യം ഇല്ലാത്ത കാരണം, നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്നതാണെന്ന് അവർക്ക് അറിയാലോ, അവരുടെ കയ്യിൽ കൊടുക്കാൻ ധൈര്യമില്ലാത്ത കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങളും വരണ്ടേ, നിങ്ങൾ പാഴ്സൽ അയക്കുമ്പോൾ ഞങ്ങൾ ലഗേജിൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നാൽ വലിയ വണ്ടിയായിട്ട് വരാം, നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് വിത്ത് ലഗേജ് കൊണ്ടുപോയിട്ട് തിരിച്ച് ഡ്രോപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ റേറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു വണ്ടിക്ക് മാത്രമായിട്ട് 1500 രൂപ എന്ന്. ഞാൻ ഇവിടുന്ന് ലോക്മാന്യത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് 360 രൂപയ്ക്കാണ് യൂബർ വിളിക്കുന്നത്. തിരിച്ചിങ്ങോട്ട് വന്നാലും 500 രൂപയുടെ യൂബർ വിളിച്ചാൽ 1000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായി നല്ല മുറിയാണ് മുറിക്കുന്നത് എന്നുള്ളത്. പിന്നീട് ഉണ്ടായിരുന്നൊരു കാര്യം, തൽക്കാലം ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് അവരെടുത്ത് തരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ സ്വയം ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാമെന്ന്, അല്ലെങ്കിൽ ബസ് ഏതാച്ചാൽ ഞങ്ങൾ തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് അറിയാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു NRIക്കാർക്കുള്ള കോട്ടയുണ്ട്, ആ കോട്ടയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. കാരണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നമ്മൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലാണ് വന്നിട്ടുള്ളത്, ഇവിടുന്ന് നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്താൽ ശരിയാവില്ല, സോ NRI കോട്ട കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു സൗത്ത് മുംബൈയിലുള്ള ഒരു ഓഫീസുണ്ട്, അവിടെ പോയിട്ട് വേണം ഇത് ചെയ്യാനേ, നേരിട്ട് പോകണം, നിങ്ങളുടെ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ. നമ്മളുള്ളത് നോർത്ത് മുംബൈയിലാണ്. അപ്പോൾ ഇതേപോലെ നല്ലൊരു എമൗണ്ട് അവരുടെ കൂടെ കൊടുത്ത് പൊട്ടിച്ചാലാണ് അത് നടക്കുള്ളൂ. പിന്നെ തോന്നി മൂന്നാമതൊരാളുടെ ആവശ്യമില്ല, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അറിയാമെങ്കിൽ ഇവിടെ നിന്ന് നാട്ടിൽ പോകാനും അറിയാമെന്ന്. സോ നമ്മൾ പിന്നെ എന്താ പറയുക കട്ടൻഡറായിട്ട് ഒരു ഉറച്ച തീരുമാനം എടുത്തു നമ്മൾ പോയിട്ട് ചെയ്യാം എന്നുള്ളത്. പക്ഷേ പോസ്റ്റിൽ അയക്കുകയാണെങ്കിൽ ഇത്ര റേറ്റ് വരില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നേരിട്ട് പോയിട്ട് നോക്കിയോളാം എന്നൊക്കെ. പക്ഷേ അവർ നമ്മളെ ഒരു കണക്കിനും വിടുന്നുണ്ടായിരുന്നില്ല, അവർക്ക് കിട്ടുന്ന പൈസ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദുബായിൽ നിന്നാണ് വരുന്നതെന്ന്, നമുക്കറിയാത്ത സ്ഥലമാണെന്ന് അവർക്ക് അറിഞ്ഞപ്പോൾ അവർ കൂടുതൽ നമ്മളിങ്ങനെ എന്താ പറയുക പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഞാൻ കട്ടൻഡറായിട്ട് പറഞ്ഞു വേണ്ട ഞങ്ങൾ നേരിട്ട് പോയിട്ട് അയച്ചോളാം എന്ന്. അങ്ങനെയാണ് അവരൊന്ന് ഫോമിൽ നിർത്തിയത്. പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ റൂമിൽ പോയി ലഗേജ് എടുത്ത്
ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിൽ പോയി നേരിട്ട് അയച്ചപ്പോൾ ആകെ 300 രൂപയാണ് നമുക്ക് വേണ്ടി വന്നത്. എൻ്റെ ഒരു ആധാർ കാർഡും വീട്ടിലത്തെ ഒരു ഫോൺ നമ്പറും അഡ്രസ്സും അങ്ങനെ എന്തോ കാര്യങ്ങളെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് പാക്ക് ചെയ്യാനൊരു 150 രൂപയും. അതിൽ പരിപാടി കഴിഞ്ഞു. അപ്പം ഉണ്ടായ ഒരു റിലാക്സേഷൻ ഉണ്ട് എൻ്റെ പൊന്നോ. ഒരു ദിവസം മുഴുവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഓടിപ്പാച്ചിലും അതിന് മുന്നേ ഒരു ദിവസം ഉറക്കം കളഞ്ഞ പരിപാടിയാണ് ഈ 300-400 രൂപയിൽ അവസാനിച്ചത്. പിന്നെ അവിടെ നിന്ന് അസലായിട്ട് ഒരു മാമൻ്റെ ഓട്ടോറിക്ഷ വിളിച്ച് നല്ല ഫുഡ് വാങ്ങിച്ച് കഴിച്ചു. കാരണം ഇന്നലെ വന്നിറങ്ങിയത് തൊട്ടിട്ട് ഏകദേശം ഓൾമോസ്റ്റ് 1 ഡേ ആയിട്ട് നമ്മൾ ആകെ കഴിച്ചിട്ടുണ്ടായിരുന്നത്, കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ ചിക്കൻ താലിയാണ്. അപ്പോൾ അതിന് ശേഷം നല്ല ഹെവി ആയിട്ട് ഹരിയാലി ചിക്കനോ അങ്ങനെ ഏതോ 1-2 സ്ഥലത്തെ ചിക്കനൊക്കെ വാങ്ങിച്ച് പൊറാട്ടയും കൂട്ടി റൂമിൽ വന്ന് നല്ല അസലായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. ടെൻഷനില്ല, കാരണം നമ്മുടെ ലഗേജിൻ്റെ ടെൻഷൻ തീർന്നു. ഇനി 2 പേരുടെയും കയ്യിലുള്ള ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് നമുക്ക് ഫ്ലൈറ്റോ ട്രെയിനോ എന്താ കിട്ടണമെന്ന് വെച്ചാൽ അതിൽ കയറി പോകണം. അങ്ങനെ ഓടിപ്പാച്ചിലിൻ്റെ 1-ാം ദിവസം കഴിഞ്ഞു പോയി.